പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർവവും സൂര്യനാൽ എന്നുള്ള പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ തുടക്ക ഭാഗത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മളതിന് ബാക്കിയുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ടെക്സ്റ്റ് പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ടോപ്പിക് എന്നുള്ളത് ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ്. ബജറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എക്കണോമിക്സിൽ, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഗത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വരവ് ചെലവ് കണക്കിനെയാണ് ബജറ്റ് എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ ധനകാര്യമന്ത്രിമാർ ലോകസഭയിലും നിയമസഭയിലൊക്കെ ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഹീറ്റ് ബജറ്റ് എന്നുള്ളത് ജോഗ്രഫിയുടെ രൂപത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ വരവ് ചെലവ് കണക്ക് തന്നെയാണ്. പക്ഷെ പണത്തിന്റെ വരവ് ചെലവല്ല, ഇവിടെ താപത്തിന്റെ വരവ് ചെലവ് കണക്കാണ് ഹീറ്റ് ബജറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ് സൗരവികിരണം എന്നുള്ളത്. സൂര്യപ്രകാശം അല്ലെങ്കിൽ സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നതാണ് സൗരവികിരണം. അത് ഇവിടുന്ന് മടങ്ങി പോകുന്നതാണ് ഭൗമവികിരണം. അപ്പൊ ഹീറ്റ് ബജറ്റ് എന്നുള്ളത് വരവ് ചെലവ് കണക്കാണ് എന്തിന്റെ? താപത്തിന്റെ. അപ്പൊ എന്താണ് ഹീറ്റ് ബജറ്റ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വളരെ ലളിതമാണ്. ഓക്കെ, സൗര വികിരണവും ഭൗമ വികിരണവും തമ്മിലുള്ള സന്തുലനമാണ് ഹീറ്റ് ബജറ്റ് എന്നുള്ളത്. ഓക്കെ, 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഹീറ്റ് ബജറ്റ് എന്നുള്ളത്. സൂര്യപ്രകാശം സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നതാണ് സൗരവികിരണം, അല്ലെങ്കിൽ ഇതിനെ സൗരതാപനം എന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ആ സൂര്യപ്രകാശം ഭൂമി തിരികെ ശൂന്യാകാശത്തേക്ക് മടക്കി വിടും, അതാണ് ഭൗമവികിരണം. ദെൻ വരവാണ് സൗരവികിരണം, ദെൻ ചെലവായിട്ട് പോകുന്നതാണ് ഭൗമവികിരണം എന്ന രൂപത്തിൽ പഠിക്കാം. അപ്പോൾ സൗരവികിരണവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനമാണ് ഹീറ്റ് ബജറ്റ് എന്നുള്ളത്. ഓക്കെ, ആ കൺസെപ്റ്റോട് ഓക്കെ കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം നിങ്ങൾക്ക് അവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. ടെക്സ്റ്റ് പുസ്തകത്തിൽ അത് നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് 100 യൂണിറ്റ് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ എത്രയാണ് ഭൂമിക്ക് കിട്ടുന്നത്? ഭൂമിക്ക് എത്രയാണ് കിട്ടിയത് അത് ഭൂമി തിരികെ നൽകുകയും ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഉദാഹരണത്തിന് വേണ്ടി നൽകിയ ഒരു ചിത്രമാണത്. ഹീറ്റ് ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു ലളിതമായ ഒരു ചിത്രം. അപ്പൊ 100 യൂണിറ്റ് വരുന്ന സമയത്ത് 35 യൂണിറ്റ് അവിടെ നിന്ന് കാണാൻ സാധിക്കും. 35 യൂണിറ്റ് അന്തരീക്ഷത്തിൽ തട്ടി പ്രതിഫലിച്ചു പോകും. 100 യൂണിറ്റ് ഊർജ്ജം ഭൂമിയിലേക്ക് വരികയാണ്. ഉദാഹരണമായിട്ട് 100 യൂണിറ്റ് അവിടെ എടുക്കുന്നത്. then 35 യൂണിറ്റ് അന്തരീക്ഷത്തിൽ തട്ടി പ്രതിഫലിച്ചു പോകും. ബാക്കി എത്ര ഉണ്ടാവാം? 65. ആ 65 ഇങ്ങനെ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ മേഘങ്ങളും പൊടിപടലങ്ങളും ഒരു 14 യൂണിറ്റ് എടുക്കുന്നു. ബാക്കി എത്ര ഉണ്ടാവും? 100-ല് 35 പോയി, പിന്നെ വീണ്ടും 14 പോയി, ബാക്കി 51. ഈ 51 ഭൂമി ആഗിരണം ചെയ്യുന്നത്. ഭൗമ ഉപരിതലത്തിൽ ലഭിക്കുന്നത്, ഭൂമിയുടെ മുകൾ ഭാഗത്തിൽ ലഭിക്കുന്നത്. ഈ 51 മാത്രമാണ് ഭൂമി എന്ത് ചെയ്യുള്ളൂ? ഭൗമവികിരണത്തിന്റെ ഭാഗമായി തിരികെ നൽകുകയുള്ളൂ. എത്രയാണോ ഭൂമി കിട്ടിയത് അത്രേ കൊടുക്കാൻ കഴിയുള്ളൂ. 100 അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഭൂമിക്ക് കിട്ടിയത് എത്ര മാത്രമേ ഉള്ളൂ? 51 ഉള്ളൂ. 35 യൂണിറ്റ് അന്തരീക്ഷത്തിൽ തട്ടി പ്രതിഫലിച്ചു. ദെൻ 14 യൂണിറ്റ് മേഘങ്ങളും പൊടിപടലങ്ങളും എടുത്തു. ബാക്കിയുള്ള 51 ഭൂമിക്ക് കിട്ടിയത്. അപ്പൊ ഭൂമി എത്ര തിരിച്ചു കൊടുക്കുള്ളൂ? 100 കൊടുക്കും? ഇല്ല, കാരണം 51 കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 51 കൊടുത്താൽ മതി. ഈ 51 ഭൂമി ശൂന്യാകാശത്തേക്ക് പറഞ്ഞേക്കും, തിരിച്ച് പറഞ്ഞേക്കും, ഭൗമവികിരണത്തിലൂടെ തിരിച്ച് മടക്കി അയക്കും. അതിലൂടെ കാണാൻ സാധിക്കും 17 യൂണിറ്റ് നേരെ ശൂന്യാകാശത്തേക്ക് പോവാണ്. ബാക്കിയുള്ള 34 യൂണിറ്റ് പോകുന്ന പോക്കിലും മേഘങ്ങളും പൊടിപടലങ്ങളും അതിനെ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കാം, മേഘങ്ങളും പൊടിപടലങ്ങളും ആകെ എത്ര യൂണിറ്റ് ഉണ്ട്? വരുന്ന സമയത്ത് ഒരു 14 യൂണിറ്റ് അവരെടുത്തു, തിരിച്ചു പോകുന്ന സമയത്ത് 34 എടുത്തു അല്ലെ. അപ്പൊ മേഘങ്ങളിലും പൊടിപടലങ്ങളിലുമായിട്ട് 48 യൂണിറ്റ് ഉണ്ട്. എത്ര യൂണിറ്റാണ് ഭൂമി ആഗിരണം ചെയ്തത്? ഭൗമ ഉപരിതലത്തിന് കിട്ടിയത് എത്രയാണ്? 51. ആ 51 തിരികെ നൽകുകയും ചെയ്തു. എങ്ങനെ കൊടുത്തത്? 17 യൂണിറ്റ് നേരെ ശൂന്യാകാശത്തേക്ക് മടങ്ങിപ്പോയി. 34 പോകുന്നതിനിടയിൽ ആര് വലിച്ചെടുത്തു? പൊടിപടലങ്ങളും മേഘങ്ങളും വലിച്ചെടുത്തു. ഈ ഒരു ചിത്രമാണ് ഹീറ്റ് ബജറ്റ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് ഹീറ്റ് ബജറ്റ്? ഭൂമിയിലേക്ക് സൂര്യപ്രകാശം സൗരോർജം വരുന്ന സൗരവികിരണവും ഇവിടുന്ന് സൗരോർജം അല്ലെങ്കിൽ താപം മടങ്ങി പോകുന്ന ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനമാണ്, ബന്ധമാണ് ഹീറ്റ് ബജറ്റ് എന്നുള്ളത്. ഓക്കെ, ബജറ്റ് എന്ന് പറഞ്ഞാൽ വരവ് ചെലവ് കണക്കാണ്. ഹീറ്റ് ബജറ്റ് എന്നുള്ളത് താപത്തിന്റെ വരവ് ചെലവ് കണക്കാണ് ഇവിടെ ഹീറ്റ് ബജറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് കൃത്യമായി പഠിക്കാം. സൗരവികിരണവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനമാണ് ഹീറ്റ് ബജറ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ താപനില എന്നുള്ള ഭാഗമാണ് പഠിക്കുന്നത്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് താപനില എന്നുള്ളത്, ഒരു വാക്കാണ് താപനില എന്നുള്ളത്. ഓക്കെ, എന്താണ് താപനില എന്ന് പറഞ്ഞാൽ താപത്തിന്റെ അളവാണ്. അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവാണ് താപനില എന്നുള്ളത്.
ഓക്കെ, എന്താണ് താപനില എന്നുള്ളതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവാണ് താപനില. ഓക്കെ, നമ്മൾ പൊതുവെ താപനില അളക്കുന്ന യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റ്, കെൽവിൻ തുടങ്ങിയ യൂണിറ്റുകളൊക്കെ വേറെ ഉണ്ട്. നമ്മൾ പൊതുവെ ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള യൂണിറ്റിലാണ് താപനിലയെ നമ്മൾ അളക്കുന്ന ഏകകം അല്ലെങ്കിൽ യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് താപനില എന്നുള്ളതാണ്. എന്താണ് താപനില? അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവാണ് താപനില. ഓക്കെ, ഇനി നിങ്ങൾ ഈ പത്രങ്ങളിൽ അല്ലെങ്കിൽ ടി വിയിലൊക്കെ ന്യൂസ് വായിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ കേൾക്കുന്നതാണ് ഇന്നത്തെ കൂടിയ താപനില, കുറഞ്ഞ താപനില എന്നൊക്കെ പറഞ്ഞു അല്ലെ. കൊച്ചി കൂടിയ താപനില, കുറഞ്ഞ താപനില, തിരുവനന്തപുരം കൂടിയ താപനില, കുറഞ്ഞ താപനില എന്നൊക്കെ കേൾക്കാം. ഇത് കണക്കാക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസത്തെ കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ്. ഓക്കെ, ഒരു ദിവസം ഏറ്റവും കൂടുതൽ ചൂടുണ്ടാകുന്ന സമയം അല്ലെങ്കിൽ ഒരു ദിവസത്തെ കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് അല്ലെങ്കിൽ 2 PM ഓക്കെ, ഒരു ദിവസത്തെ കുറഞ്ഞ താപനില കണക്കാക്കുന്നത് ആ ദിവസം ഏറ്റവും കുറവ് താപനില ഉള്ളത് അല്ലെങ്കിൽ തണുപ്പ് ഏറ്റവും കൂടുതലുള്ള സമയം സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുൻപ്. ഓക്കെ, കൃത്യമായ സമയം പറയുന്നില്ല. കുറഞ്ഞ താപനില കണക്കാക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുൻപാണ്. എന്നാൽ കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് അല്ലെങ്കിൽ 2 PM. ഓക്കെ, ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക. ഇനി താപനില അളക്കുന്ന ഉപകരണത്തിന് പേരുണ്ട്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് തെർമോമീറ്റർ. ഓക്കെ, ഇതൊക്കെ ഒരുപാട് ചോദിക്കുന്ന ചോദ്യമാണ്. താപനില അളക്കുന്ന ഉപകരണം ഏതാണ്? തെർമോമീറ്റർ. എന്താണ് തെർമോമീറ്റർ? ഓക്കെ, കൃത്യമായി പഠിക്കുക. തെർമോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചിട്ടാണ് താപനില അളക്കുക. എന്താണ് താപനില? അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവാണ് താപനില. ഒരു ദിവസം 2 തരം താപനിലകളുണ്ട്. കൂടിയ താപനിലയുണ്ട്, കുറഞ്ഞ താപനിലയുണ്ട്. എപ്പോഴാണ് ഒരു ദിവസത്തെ കൂടിയ താപനില കണക്കാക്കുക? ഉച്ചയ്ക്ക് ശേഷം 2 മണി. കുറഞ്ഞ താപനിലയോ? സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്താണ്. ഇനി കുറച്ച് ടേമുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നീങ്ങാം. ദൈനിക താപാന്തരം. ദൈനിക താപാന്തരം എന്താണെന്നുള്ളത്. താപാന്തരം പേര് തന്നെയാണ്. അന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യാസമാണ്. ഇവിടെ ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ താപങ്ങൾ തമ്മിലുള്ള അന്തരം. 2 താപനിലകളാണ് നമ്മൾ പഠിക്കുന്നത്, കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും. അപ്പൊ എങ്ങനെയാണ് ദൈനിക താപാന്തരം കണക്കാക്കുക? കൂടിയ താപനില കുറക്കണം കുറഞ്ഞ താപനില. ഓക്കെ, ആ ദിവസത്തെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കണക്കാക്കുന്ന കൂടിയ താപനിലയിൽ നിന്ന് ആ ദിവസത്തെ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് കണക്കാക്കുന്ന കുറഞ്ഞ താപനില ഉണ്ടല്ലോ, അത് കുറച്ചാൽ എന്ത് കിട്ടും? ദൈനിക താപാന്തരം കിട്ടും. ഓക്കെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഒരു ദിവസത്തെ കൂടിയ താപനില എന്നുള്ളത് 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. കൂടിയ താപനില 30 ഡിഗ്രി. ഒരു ദിവസത്തെ കുറഞ്ഞ താപനില എന്നുള്ളത് 20 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. 20 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആ ദിവസത്തെ ദൈനിക താപാന്തരം എത്രയും കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില 30 20 ഓർക്കുന്നു എത്ര ഡിഗ്രി കിട്ടും? 10 കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കൂടിയ താപനിലയിൽ നിന്ന് ആ ദിവസത്തെ കുറഞ്ഞ താപനില കുറച്ചാൽ കിട്ടുന്നതാണ് ദൈനിക താപാന്തരം. മറ്റു നമ്മൾ കൊടുക്കുന്നത് ദൈനിക ശരാശരി താപനില. എന്താണ് ദൈനിക ശരാശരി താപനില എന്നുള്ളത്? ശരാശരി കണക്കാക്കാൻ നിങ്ങൾ മാത്സിൽ ഗണിതത്തിലൊക്കെ പഠിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ ഒരു ബെഞ്ചിൽ 5 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ആ 5 കുട്ടികളുടെ ശരാശരി ഭാരം നിങ്ങൾ എങ്ങനെ കണക്കാക്കാം? എങ്ങനെ കണക്കാക്കാം? ശരാശരി ആവറേജ് എങ്ങനെ എടുക്കാം? ആദ്യം 5 ആളുകളുടെയും വെയിറ്റ് നമ്മൾ കൂട്ടി നോക്കും, ടോട്ടൽ ചെയ്യും അല്ലെ. 5 ആളുകൾക്ക് സെപ്പറേറ്റ് എടുത്ത് മൊത്തം അതിന്റെ തുക കാണും. അപ്പോൾ ഒരു പക്ഷേ 200 എന്ന് കിട്ടിയെന്നില്ല, 200. എന്നിട്ട് അതിനെ എത്ര കൊണ്ടായിരിക്കും? എണ്ണം കൊണ്ട്. 5 കുട്ടികളുണ്ടെങ്കിൽ 5 കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ 200 ഹരിക്കണം 5 എത്ര? 40 ആണെങ്കിൽ 40 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ശരാശരി കണക്കാക്കുക അല്ലെ. ആകെ തുക എടുത്തിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി കിട്ടുക. ഇതും അങ്ങനെ തന്നെയാണ് ദൈനിക ശരാശരി താപനില. ആ ഒരു ദിവസത്തെ ആവറേജ് ആയിട്ടുള്ള ശരാശരിയുടെ താപനില. ഇവിടെ എത്ര താപനില ഉണ്ട്? 10 ഉണ്ടോ? 20 ഉണ്ടോ? ഇല്ല, 2 ഉള്ളൂ. ഒന്ന് കൂടിയ താപനിലയും മറ്റൊന്ന് കുറഞ്ഞ താപനിലയും. അപ്പൊ ദൈനിക ശരാശരി താപനില എങ്ങനെ എടുക്കുന്ന വെച്ചാല് ആ ദിവസത്തെ കൂടിയ താപനില പ്ലസ് ആ ദിവസത്തെ കുറഞ്ഞ താപനില ഹരിക്കണം 2. കാരണം ഇവിടെ 2 താപനിലകളാണുള്ളത്. എണ്ണ 2 എണ്ണമാണ്, കൂടിയതും കുറഞ്ഞതും അല്ലേ. അപ്പൊ 2 കൊണ്ട് അതിനെ ഹരിക്കും. അങ്ങനെയാണ് എന്ത് കിട്ടുക? ദൈനിക ശരാശരി താപനില കിട്ടുക. അപ്പൊ ദൈനിക താപാന്തരവും ദൈനിക ശരാശരി താപനിലയും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. ദൈനിക താപാന്തരം ആ പേര് തന്നെ ഉണ്ട്, അന്തരമാണ്. കൂടിയ താപനിലയിൽ നിന്ന് കുറഞ്ഞ താപനില കുറക്കുക. ഒരു ദിവസത്തെ കൂടിയത് 30 ആണെങ്കിൽ കുറഞ്ഞത് 20 ആണെങ്കിൽ 30 20 കുറക്കുന്നു 10 കിട്ടുന്നു. എന്നാൽ ദൈനിക ശരാശരി താപനിലയാണെങ്കിൽ എങ്ങനെയാണ്? ശരാശരിയാണ്, അവിടെ അന്തരല്ല, ആവറേജ് കണക്കാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? 2 കൂട്ടുക, കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ഹരിക്കണം 2. നമുക്ക് നോക്കാം, ഇതേ കണക്കിനാണ് കൊടുക്കുക. ഒരു ദിവസത്തെ കൂടിയ താപനില 30 ഡിഗ്രി, കുറഞ്ഞ താപനില 20 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ദിവസത്തെ താപാന്തരം എത്രയാണ്? ദൈനിക താപാന്തരം 10 ഡിഗ്രിയാണ്, നേരത്തെ നമ്മൾ പഠിച്ചു. എന്നാൽ ഈ ദിവസത്തെ ദൈനിക
ശരാശരി താപനില എത്രയെന്ന് നോക്കുക. എങ്ങനെ ശരാശരി കാണാം? രണ്ടും കൂട്ടുക. കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില എത്ര കിട്ടി? 50. അതിന് എത്ര കൊണ്ടായിരിക്കാം? 2 കൊണ്ടായിരിക്കാം. അപ്പോൾ എത്ര കിട്ടി? 25 കിട്ടി. ഓക്കെ, അപ്പോൾ ആ ദിവസത്തെ ശരാശരി താപനില എത്രയായിരുന്നു? 25 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളുള്ളൂ. എന്താണ് താപനില എന്നുള്ളത്? ഇങ്ങനെ ചെറിയ കണക്കുകളൊക്കെ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്താണ് താപനില? അന്തരീക്ഷത്തിലെ താപത്തിന്റെ തീവ്രതയുടെ അളവാണ് താപനില. കൂടിയ താപനില കണക്കാക്കുന്നത് എത്ര മണിക്കാണ്? ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക്. കുറഞ്ഞ താപനില എപ്പോഴാണ് കണക്കാക്കുക? സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്താണ് കുറഞ്ഞ താപനില കണക്കാക്കുക. താപനില കണക്കാക്കുന്ന ഉപകരണത്തിന്റെ പേര്, താപനില അളക്കുന്ന ഉപകരണത്തിന്റെ പേര് തെർമോമീറ്റർ എന്നാണ്. എന്താണ്? തെർമോമീറ്റർ എന്നാണ് ഉപകരണത്തിന്റെ പേര് എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണ് ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ? കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില, അന്തരം, വ്യത്യാസം കിട്ടും. എന്താണ് ദൈനിക ശരാശരി താപനില? കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. എത്ര കൊണ്ടായിരിക്കണം? ഹരിക്കണം 2. കാരണം ഇവിടെ 2 താപനില. ഒന്ന് താപാന്തരം എന്ന് പറഞ്ഞാൽ അന്തരമാണ്, വ്യത്യാസമാണ്. കുറഞ്ഞ താപനിലയും കൂടിയ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ ശരാശരി താപനില എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 കൂടി കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗം എന്നുള്ളത് ഒരു പ്രത്യേകതരം രേഖയെ കുറിച്ചാണ്. സമതാപ രേഖകൾ എന്നാണ് ആ രേഖയുടെ പേര്. സമതാപ രേഖകൾ, ആ പേര് തന്നെ വളരെ വ്യക്തമാണ്. ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ ചേർത്ത് വരയ്ക്കുന്ന രേഖകളാണ് സമതാപ രേഖകൾ. ഇത് സാങ്കല്പിക രേഖകളാണ്. ഇപ്പൊ നമ്മൾ ഒരു പ്രദേശത്തിന്റെ മാപ്പ് നമ്മൾ എടുത്തു. ഉദാഹരണത്തിന് മങ്കട മണ്ഡലം എന്ന് പറയുന്ന പ്രദേശത്തിന്റെ മാപ്പ് നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ മുമ്പിൽ ഇങ്ങനെ ടേബിൾ മാപ്പ് വെച്ചതിന് ശേഷം 25 ഡിഗ്രിയുള്ള പ്രദേശങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. 25 ഡിഗ്രി. ഇപ്പോൾ ഉദാഹരണം മക്കരപ്പറമ്പിൽ 25 ഡിഗ്രിയാണ് വിചാരിക്കുക, കൂട്ടിലങ്ങാടിയിൽ 25 ഡിഗ്രിയാണ്, പള്ളിപ്പുറത്ത് 25 ഡിഗ്രിയാണ്, ദെൻ വടക്കാങ്ങരി 25 ഡിഗ്രിയാണ്. എന്നിട്ട് 25 ഡിഗ്രിയുള്ള പ്രദേശങ്ങളിലൊക്കെ ഡോട്ട് ഇട്ടല്ലോ, അതിന് ചേർത്ത് നമ്മൾ ഇങ്ങനെ ഒരു രേഖ വരച്ചാൽ ആ രേഖയുടെ പേരാണത് സമതാപ രേഖ. ഇനി നമ്മൾ ഒരു 30 ഡിഗ്രിയുള്ള പ്രദേശങ്ങൾ നോക്കി. 30 ഡിഗ്രിയുള്ള പ്രദേശം രാമപുരം, അവിടെ ഒരു ഡോട്ട് ഇട്ടു. ദെൻ കോഴിക്കോട് പറയുമ്പോൾ മറ്റൊരു ഡോട്ട് കാര്യങ്ങൾ നമ്മൾ നൽകി. എന്നിട്ട് 30 ഡിഗ്രിയുള്ള പ്രദേശങ്ങളൊക്കെ ചേർത്ത് നമ്മളൊരു രേഖ വരയ്ക്കും. അത് 30 ഡിഗ്രിയുടെ സമതാപ രേഖയാണ്. മറ്റേത് 25 ഡിഗ്രിയുടെ സമതാപ രേഖയാണ്. അപ്പോൾ ഭൂപടത്തില് മാപ്പില് ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ ചേർത്ത് വരയ്ക്കുന്ന രേഖകളാണ് സമതാപ രേഖകൾ എന്നുള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ ഇന്ത്യയുടെ ചെറിയ മാപ്പ് നൽകിയിട്ട് വിവിധ ഡിഗ്രിയുടെ സമതാപ രേഖകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലളിതമാണല്ലോ, ഓക്കെ ആണല്ലോ. എന്താണ് സമതാപ രേഖകൾ എന്ന് പറഞ്ഞാൽ ഭൂപടത്തിൽ ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ ചേർത്ത് വരയ്ക്കുന്ന രേഖകളാണ് സമതാപ രേഖകൾ. ഇനി അടുത്തൊരു ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് 4 മാർക്കിന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഭൂമിയിലെ എല്ലായിടത്തും താപനില ഒരുപോലെ അല്ല. ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടാണ് താപനില ഉള്ളത്. അത് എന്തുകൊണ്ടാണ്? താപനിലയെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾക്ക് അനുസൃതമായിട്ട് താപനിലയിൽ എന്തുണ്ടാവും? മാറ്റങ്ങൾ ഉണ്ടാവും, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഓക്കെ, ആ 4 ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ ഘടകമാണ് അക്ഷാംശ സ്ഥാനം, രണ്ടാമത്തെ ഘടകമാണ് ഉയരം, മൂന്നാമത്തെ ഘടകമാണ് സമുദ്ര സാമീപ്യം, നാലാമത്തെ ഘടകമാണ് കാറ്റ്. ഇത് ഓരോന്ന് നമ്മൾ പഠിക്കുന്നു. ആദ്യം ഈ ചോദ്യം എന്താണ് നോക്കണല്ലോ അല്ലെ? താപനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. എത്ര ഘടകങ്ങളുണ്ട്? 4 ഉണ്ട്. ഒന്നാമത് അക്ഷാംശ സ്ഥാനം എന്നുള്ളതാണ്. അപ്പൊ എന്താണ് അക്ഷാംശ രേഖകൾ? ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭൂമിയിൽ നേരെ പോകുന്ന ചില രേഖകളുണ്ട്, അതാണെന്ത്? അക്ഷാംശ രേഖകൾ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഭൂമിയുടെ ചെറിയൊരു പിക്ചർ രൂപത്തിൽ കാണാൻ സാധിക്കും ചില രേഖകളുണ്ട്. ഭൂമിയുടെ മധ്യത്തിലൂടെ വരക്കുന്ന അക്ഷാംശ രേഖയാണ് 0 ഡിഗ്രി അക്ഷാംശ രേഖ. അതിനെ ഭൂമധ്യരേഖ എന്ന് പറയും. ഭൂമധ്യരേഖ ഭൂമിയുടെ മധ്യത്തിലൂടെ വരക്കുന്ന രേഖയാണ്. അങ്ങനെ ഭൂമിയുടെ മധ്യത്തിലൂടെ നമുക്ക് രേഖ വരച്ചു കഴിഞ്ഞാൽ ഭൂമിയെ 2 ഗോളമായി നമുക്ക് മാറ്റാം. ഒന്ന് ഉത്തരഗോളം, മറ്റൊന്ന് ദക്ഷിണഗോളം. മുകൾ ഭാഗമാണ് ഉത്തരഗോളം, താഴെയുള്ളതാണ് ദക്ഷിണം. മുകൾ ഭാഗത്തിന് നമ്മൾ വടക്ക് എന്ന് പറയും, അതുപോലെ തന്നെ ഉത്തരം എന്ന് പറയും. താഴെ ഭാഗത്തിന് ദക്ഷിണം എന്ന് പറയും, തെക്ക് എന്ന് പറയും. എന്നിട്ട് നമ്മൾ എല്ലാ രേഖകളും കാണാതെ പഠിക്കേണ്ട, ചില ഡിഗ്രികളിലുള്ള രേഖകൾ നമ്മൾ കാണാതെ പഠിക്കണം. 23.5 ഡിഗ്രി, 66.5 ഡിഗ്രി, 90 ഡിഗ്രി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെയാണ്? ഒന്ന് 0 ഡിഗ്രി. 0 ഡിഗ്രി ഏതാണ്? ഭൂമധ്യരേഖ. അല്ല, ഇതൊക്കെ ഏത് ഡിഗ്രിയാണ്? അക്ഷാംശ രേഖകളാണ്. ഇതൊക്കെ ഏത് രേഖകളാണ്? അക്ഷാംശ രേഖകളാണ് ഇതെല്ലാം. ഓക്കെ, ഭൂമിയുടെ നേരെ വരയ്ക്കുന്ന ചില സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. അതിൽ ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഓക്കെ, എന്നിട്ട് മുകളിൽ 23.5 ഡിഗ്രിയാണ് നമ്മൾ. ആ രേഖക്ക് എന്താ പറയാ? മുകളിൽ ഭൂമിയെ മധ്യത്തിലൂടെ മുറിച്ചു കഴിഞ്ഞ് വരച്ചു കഴിഞ്ഞാൽ 2 ഗോളങ്ങളുണ്ട്, ഒന്ന് ഉത്തരഗോളം, മറ്റൊന്ന് ദക്ഷിണഗോളം. മുകളിൽ ഉള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് പറയുന്നത്. മുകളിൽ 23.5 ഡിഗ്രി. ഞാൻ പറഞ്ഞു ഏതൊക്കെ ഡിഗ്രികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? 23.5 ഡിഗ്രി, 66.5 ഡിഗ്രി, 90 ഡിഗ്രി.
ആദ്യം 0 ഡിഗ്രി ഏതാണ് ഭൂമധ്യരേഖ. പിന്നെ മുകളിൽ 23.5 ഡിഗ്രി രേഖക്ക് അക്ഷാംശ രേഖക്ക് പറയുന്ന പേരാണ് ഉത്തരായന രേഖ. എന്താണ് ഉത്തരായന രേഖ? ഉത്തരായന മുകളിൽ വടക്ക് എന്ന് പറയും, ഉത്തരം എന്ന് പറയും. അപ്പോൾ ക്ലിയർ ആണ്, ഉത്തരായന രേഖ. പിന്നീട് മുകളിൽ 66 ഡിഗ്രി ഉണ്ട്. മുകളിൽ 66 ഡിഗ്രിക്ക് പറയുന്ന പേരാണ് എന്താണ് ആർട്ടിക് വൃത്തം. എന്താണ് ആർട്ടിക്? R6 അല്ലെ, നമ്മൾ ക്രിക്കറ്റിലൊക്കെ 6 മുകളിലോട്ടാണ്. അപ്പൊ മുകളിൽ എന്താണ് ആർട്ടിക് എന്ന് പറയുക. മുകളിൽ ആർട്ടിക്. അതിന് മുകളിൽ 90 ഡിഗ്രി ഉണ്ട്. അതിനെന്താ ഉത്തര ധ്രുവം. ഉത്തര ധ്രുവം. ഉത്തര ധ്രുവം. അപ്പോൾ മുകളിലുള്ള 3 ഡിഗ്രികളൊക്കെയാണല്ലോ. 23 ഡിഗ്രി ഉത്തരായന രേഖ, 66 ഡിഗ്രി ആർട്ടിക് വൃത്തം, 90 ഡിഗ്രി ഉത്തര ധ്രുവം. ഇനി അടിയിലേക്ക് ദക്ഷിണഗോളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ ഭൂമധ്യരേഖയ്ക്ക് താഴെയുള്ള 23 ഡിഗ്രി എന്താണ്? മറ്റേത് മുകളിലുള്ള ഉത്തരായന രേഖയാണെങ്കിൽ താഴെ 23 ഏതാണ്? ദക്ഷിണായന രേഖ. മുകളിലുള്ളത് 66 ആർട്ടിക് വൃത്താണെങ്കിൽ താഴെയുള്ളത് അന്റാർട്ടിക് വൃത്തം. എന്താണ് അന്റാർട്ടിക് വൃത്തം? ഓക്കെ. പിന്നെ 90 ഡിഗ്രി എന്താണ്? ധ്രുവ പ്രദേശമാണ്. മുകളിൽ ഉത്തര ധ്രുവമാണെങ്കിൽ താഴെ എന്താണ്? ദക്ഷിണ ധ്രുവം. ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ അക്ഷാംശ രേഖകൾ താപനിലയെ സ്വാധീനിക്കുക എന്ന് വെച്ചാൽ ഇങ്ങോട്ട് മടങ്ങി വരാം. ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ, അതായത് ഭൂമിയുടെ മധ്യഭാഗത്ത് സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന പ്രദേശങ്ങളാണ്. കാരണം എന്താണ്? സെൻട്രൽ ഭാഗത്തേക്കാണ് സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖ പ്രദേശത്ത്, അതായത് 0 ഡിഗ്രിയും അതിന് മുകളിലും അതിന് താഴെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ 23.5 മുകളിലും 23 താഴേക്കുള്ള പ്രദേശം, ഉത്തരായന രേഖയ്ക്കും താഴെ ദക്ഷിണായന രേഖയ്ക്കുള്ള പ്രദേശം, ആ പ്രദേശങ്ങളിൽ താപനില വളരെ കൂടുതലായിരിക്കും. കാരണം എന്താണ്? സൂര്യപ്രകാശം, സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ ധ്രുവഭാഗങ്ങളിലേക്ക്, മുകളിലും ധ്രുവമാണ് താഴും ധ്രുവഭാഗമാണ്, അന്റാർട്ടിക് ഭാഗങ്ങൾ, അവിടെ എന്താണ്? ഐസ് മൂടി കിടക്കുന്ന പ്രദേശങ്ങളാണ്, നമുക്കറിയാം. ഓക്കെ, അന്റാർട്ടിക്കയുടെ പ്രത്യേകത. അങ്ങോട്ട് സൂര്യപ്രകാശം എത്തുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? സദാസമയം ഐസ് മൂടി കിടക്കുന്ന പ്രദേശം. അപ്പോൾ അക്ഷാംശ സ്ഥാനം എങ്ങനെയാണ് താപനിലയെ സ്വാധീനിക്കുന്നത് എന്നതിന് ഉത്തരം വളരെ ലളിതമാണ്. ഭൂമധ്യരേഖ പ്രദേശത്ത്, അതായത് ഭൂമിയുടെ മധ്യഭാഗത്ത് താപനില കൂടുതലായിരിക്കും. കാരണം എന്താണ്? സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന പ്രദേശം. ഇരു ധ്രുവങ്ങളിലേക്കും മുകളിലോട്ടും താഴോട്ടും പോകും തോറും താപനില കുറഞ്ഞു വരികയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് അക്ഷാംശ സ്ഥാനം താപനിലയെ സ്വാധീനിക്കുന്നത്? ഭൂമധ്യരേഖ പ്രദേശത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ മധ്യഭാഗത്ത് താപനില വളരെ കൂടുതലാണ്. ഇരു ധ്രുവങ്ങളിലേക്കും, ഏതാണ് ഇരു ധ്രുവം? മുകളിലുള്ള ഉത്തര ധ്രുവത്തിലേക്കും താഴെയുള്ള ദക്ഷിണ ധ്രുവത്തിലേക്കും, അതായത് മുകളിൽ 90 താഴെ 90 ധ്രുവ പ്രദേശത്തേക്ക് പോകുന്നതോറും താപനില കുറഞ്ഞു വരികയും ചെയ്യും. അതാണ് അക്ഷാംശ സ്ഥാനം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉത്തരം. രണ്ടാമത്തെ പോയിന്റ് നോക്കാം, ഉയരം എങ്ങനെ സ്വാധീനിക്കുന്നു? ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയാണ് ചെയ്യുന്നത്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ അന്തരീക്ഷത്തിൽ 4 പാളികൾ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നത്. നമ്മളൊക്കെ ജീവിക്കുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഏറ്റവും താഴെയുള്ള ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകത, ഉയരം കൂടുന്തോറും, ചായയുടെ രുചിയിൽ മാറ്റമൊന്നുമില്ല, ഉയരം കൂടുന്തോറും എന്ത് മാറ്റം ഉണ്ടാവുന്നത്? താപനില കുറയാണ് ചെയ്യുന്നത്. ഉയരം കൂടുന്തോറും താപനില കുറയുന്ന രീതിയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ 165 മീറ്റർ കൂടുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യും? താപനില കുറയും. ഓക്കെ, എവിടെ? ട്രോപ്പോസ്ഫിയർ, അതായത് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഭാഗത്ത്. ഓക്കെ, അപ്പോൾ ഉയരം എങ്ങനെയാണ് താപനിലയെ സ്വാധീനിക്കുന്നത് വെച്ചാൽ, ഉയർന്ന പ്രദേശത്ത് താപനില പൊതുവെ കുറവായിരിക്കും. നമുക്കറിയാം, ഇടുക്കി, വയനാട് പോലുള്ള കേരളത്തിലെ ജില്ലകളിലൊക്കെ താപനില വളരെ കുറവാണ്. കാരണം എന്താണ്? ഇത് ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ്. ഓക്കെ, ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയും. എവിടെ? ട്രോപ്പോസ്ഫിയറിലിട്ടോ. പിന്നെ അങ്ങനെ പോകുന്നതിനനുസരിച്ച് മാറ്റമുണ്ട്. അപ്പോൾ പല ആളുകളും പല സംശയങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ സൂര്യൻ ഉള്ള ഭാഗങ്ങളിലൊക്കെ, ഉയരങ്ങളിലെ സൂര്യൻ ഉള്ളത് അവിടെ വളരെയധികം തണുപ്പായിരിക്കും എന്നുള്ളത്, അത് ഓരോ പാളിയിലും മാറ്റമുണ്ട്. ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന പാളിയുടെ പ്രത്യേകത മാത്രമാണ് നമ്മളോട് പറഞ്ഞത്. ഏറ്റവും താഴെയുള്ള നമ്മളൊക്കെ ജീവിക്കുന്ന ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകതയാണ് എന്ത്? ഉയരം കൂടും. 165 മീറ്റർ കൂടുമ്പോൾ 1 ഡിഗ്രി താപനില കുറയും. ഉദാഹരണം നോക്കാം, നമ്മുടെ വീടിന്റെ മുറ്റത്തെ താപനില എന്നുള്ളത് 30 ഡിഗ്രിയാണ്. എത്രയാണ്? 30 ഡിഗ്രി. ഓക്കെ, ഇനി നിങ്ങളുടെ വീടിന്റെ പുറകിൽ ചെറിയൊരു മലയുണ്ട്. ആ മലയുടെ ഹൈറ്റ് 165 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ മലക്ക് മുകളിൽ താപനില 30 ഡിഗ്രി ആയിരിക്കുമോ? അല്ല. 165 മീറ്റർ കൂടുമ്പോൾ 1 ഡിഗ്രി കുറയും. നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് 30 ഡിഗ്രിയാണെന്ന് സങ്കല്പിക്കുന്നു. ദെൻ വീടിന് പുറകിലുള്ള ആ ഒരു കുന്നിന് അല്ലെങ്കിൽ ആ ഒരു മലക്ക് മുകളിൽ 165 മീറ്റർ ആണ് ആ പർവ്വതത്തിന് മലക്ക് ഉയരമെങ്കിൽ അവിടുത്തെ താപനില 30 ആവില്ല. എത്രയേക്കാരം? 29 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കണക്ക് ശ്രദ്ധിക്കണം. 165 മീറ്റർ കൂടുമ്പോൾ 1 ഡിഗ്രി കുറയും. എവിടെ? ട്രോപ്പോസ്ഫിയറിൽ. അപ്പൊ പരീക്ഷ ചോദിക്കും, ഉയരം എങ്ങനെയാണ് താപനിലയെ സ്വാധീനിക്കുക? വളരെ ലളിതമാണ്. 165 മീറ്റർ ഉയരം കൂടുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് താപനില കുറയും.
ഉയരം കൂടുമ്പോൾ താപനില കുറയും. ഉയരം കൂടുന്നു, താപനില കുറയുന്നു. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് കുറയുന്നത്? ഒരു 165 അല്ലെങ്കിൽ ഓരോ 165 മീറ്റർ ഉയരം കൂടുമ്പോഴും 1 ഡിഗ്രി താപനില കുറയും. ഓക്കെ. മൂന്നാമത് നോക്കാം, സമുദ്ര സാമീപ്യം. സമുദ്രത്തിന്റെ തീരങ്ങളിൽ പൊതുവെ ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, മിതമായ കാലാവസ്ഥയായിരിക്കും ഉണ്ടാവും. ഓക്കെ. ചൂട് കാലത്ത് വളരെ ശക്തമായ ചൂടുണ്ടാവുന്നില്ല, തണുപ്പ് കാലത്ത് വളരെ ശക്തമായ തണുപ്പ് ഉണ്ടാവുന്നില്ല. ഇവിടെ സമുദ്ര തീരങ്ങളിൽ. ഇപ്പൊ നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ചാർട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 4 സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗോവ കൊടുത്തിട്ടുണ്ട്, തിരുവനന്തപുരം കൊടുത്തിട്ടുണ്ട്, ബാംഗ്ലൂർ കൊടുത്തിട്ടുണ്ട്, ഡൽഹി കൊടുത്തിട്ടുണ്ട്. അതിൽ ഗോവയിലും തിരുവനന്തപുരത്തിന്റെ ഭാഗത്തുനിന്ന് നോക്കാം, താപാന്തരം വലിയ കൂടുതലൊന്നുമില്ല, വളരെ കുറവാണ്. അതായത് താപനില വലിയ വ്യത്യാസം വരുന്നില്ല. ഗോവയിലും തിരുവനന്തപുരത്തും മിതമായ ഒരു കാലാവസ്ഥയാണുള്ളത്. അതിന് കാരണം എന്താണ്? ഗോവയിലും തിരുവനന്തപുരത്തും ആരുണ്ട്? കടലുണ്ട്, സമുദ്രമുണ്ട്, അറബിക്കടലിന് സാന്നിധ്യമുണ്ട്. എന്നാൽ ബാംഗ്ലൂരിനടുത്തും അതുപോലെ ഡൽഹിക്കടുത്തും ആരില്ല? കടലില്ല, സമുദ്രമില്ല. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിന്റെ ഡൽഹിന്റെ ഒക്കെ പ്രത്യേകത, തണുപ്പ് കാലത്ത് വളരെ ശക്തമായ തണുപ്പായിരിക്കും, ചൂട് കാലത്ത് വളരെ ശക്തമായ ചൂടായിരിക്കും. എന്നാൽ ഇവിടെ ഗോവയും അതോ തിരുവനന്തപുരം എന്നാണ് കേരളം ഉദ്ദേശിക്കുന്നത്. ഗോവയിലും കേരളത്തിന്റെ ഒക്കെ പ്രത്യേകത എന്താ? മിതമായ കാലാവസ്ഥ. ചൂടുകാലം വിചാരിച്ചുകൊണ്ട് വളരെ കഠിനമായ ചൂടുണ്ടോ? ഇല്ല. തണുപ്പ് കാലം വിചാരിച്ചാൽ വളരെ കഠിനമായ തണുപ്പുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു മിതമായ കാലാവസ്ഥ കേരളത്തിൽ ഉണ്ടാവാൻ കാരണമാരാണ്? സമുദ്ര സാമീപ്യമാണ്. എന്തിന്റെ സാമീപ്യമാണ്? സമുദ്രത്തിന്റെ സാമീപ്യം. അപ്പോൾ എങ്ങനെയാണ് താപനിലയെ സമുദ്രം സ്വാധീനിക്കുന്നു വെച്ചാൽ, സമുദ്ര തീരങ്ങളിൽ യഥാസമയം മിതമായ കാലാവസ്ഥയായിരിക്കും. എന്നാൽ സമുദ്രമില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് കാലത്ത് ശക്തമായ തണുപ്പായിരിക്കും, ചൂട് കാലത്ത് ശക്തമായ ചൂടായിരിക്കും. ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. നാലാമത് കാറ്റുകളാണ്. 2 തരം കാറ്റുള്ളത്. വളരെ ലളിതമാണ്. ഒരു കാറ്റിന്റെ പേരാണ് ഉഷ്ണക്കാറ്റ്. അത് മറ്റൊരു കാറ്റിന്റെ പേര് എന്തെങ്കിലും? ശീതക്കാറ്റ്. ഉഷ്ണക്കാറ്റ് പേര് തന്നെ എന്താണ്? ചൂട് കാറ്റാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉഷ്ണക്കാറ്റ് വീശുന്ന പ്രദേശത്ത് താപനില കൂടും. ചൂട് കാറ്റ് വീശുകയാണ്, താപനില എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണെങ്കിൽ ശീതക്കാറ്റ് വീശുന്ന പ്രദേശത്ത് എന്തെങ്കിലും? താപനില കുറയും. വളരെ സിമ്പിൾ. ഓക്കെ. അപ്പൊ കാറ്റുകൾ എങ്ങനെയാണ് താപനിലയെ സ്വാധീനിക്കുക? ഉഷ്ണക്കാറ്റ് വീശുന്ന പ്രദേശത്ത് താപനില കൂടും, ചൂടുകാറ്റ് വീശുമ്പോൾ താപനില കൂടും, ശീതക്കാറ്റ് വീശുമ്പോൾ, തണുത്ത കാറ്റ് വീശുമ്പോൾ താപനില കുറയുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ താപനിലയെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങളുണ്ട്. ഒരു തവണ കൂടി പറയുന്നു, അക്ഷാംശ സ്ഥാനം. എങ്ങനെയാണ് അക്ഷാംശ സ്ഥാനം താപനിലയെ സ്വാധീനിക്കുക? ഭൂമധ്യരേഖ പ്രദേശത്ത്, ഭൂമിയുടെ മധ്യഭാഗത്ത് താപനില കൂടുതലായിരിക്കും. ഇരുധ്രുവങ്ങളിലേക്കും മുകളിലോട്ടും താഴോട്ടും പോകുന്തോറും താപനില കുറഞ്ഞു വരുന്നു. എങ്ങനെയാണ് ഉയരം താപനിലയെ സ്വാധീനിക്കുക? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന നമ്മളൊക്കെ ജീവിക്കുന്ന അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള പാളിയിൽ ഓരോ 165 മീറ്റർ ഉയരങ്ങളിലേക്ക് പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് താപനില കുറയും. 165 മീറ്റർ കൂടുമ്പോൾ 1 ഡിഗ്രി കുറയും. അങ്ങനെയാണെങ്കിൽ 330 മീറ്റർ കൂടുമ്പോഴോ 2 ഡിഗ്രി കുറയും. അങ്ങനെ 125 ഇങ്ങനെ 165 മുകളിലോട്ട് പോകുന്നതോറും ഓരോന്ന് കുറഞ്ഞ് വരികയാണ് ചെയ്യുക. ഓക്കെ. ഒരു ഉദാഹരണ സഹിതം നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ വീടിലെ മുറ്റത്തെ സമുദ്രനിരപ്പിലൊക്കെ താപനില 30 ഡിഗ്രി എന്ന് നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മുടെ വീടിന് പുറകിലുള്ള 165 മീറ്റർ ഉയരമുള്ള പർവ്വതത്തിന് മുകളിലെ താപനില 30 ആവില്ല. 165 മീറ്റർ ഉയരം കൂടുമ്പോൾ 1 ഡിഗ്രി കുറയല്ലോ, എത്ര 29 എന്നൊക്കെ പറഞ്ഞു. മറ്റൊന്നാണ് സമുദ്ര സാമീപ്യം. എങ്ങനെ സ്വാധീനിക്കാം? സമുദ്ര തീരങ്ങളിൽ മിതമായ കാലാവസ്ഥയാണ്. സമുദ്രമില്ലാത്ത പ്രദേശത്ത്, സമുദ്രത്തിന്റെ സാമീപ്യം ഇല്ലാത്ത പ്രദേശത്ത്, ബാംഗ്ലൂർ, ഡൽഹിക്ക് ഉദാഹരണം പറഞ്ഞു, കാശ്മീർ പോലുള്ള അവിടെ എന്താണ്? തണുപ്പ് കാലത്ത് ശക്തമായ തണുപ്പായിരിക്കും, ചൂട് കാലത്ത് കഠിനമായ ചൂടും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ദെൻ കാറ്റുകൾ. 2 തരം കാറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? ശീതക്കാറ്റ്, ഉഷ്ണക്കാറ്റ്. ശീതക്കാറ്റ് പറഞ്ഞാൽ തണുത്ത കാറ്റാണ്. തണുത്ത കാറ്റ് വീശുന്ന പ്രദേശത്ത് താപനില കുറയും. ഓക്കെ. ദെൻ ഉഷ്ണക്കാറ്റ്, ചൂട് കാറ്റ് വീശുന്ന പ്രദേശത്ത് താപനില കൂടുകയും ചെയ്യും. ഇതാണ് ഈ ഒരു ഭാഗത്തുള്ളതിന്റെ നോട്ട് കൃത്യമായി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വ്യക്തമായി നിങ്ങൾ മനഃപ്പാഠമാക്കുക, പഠിക്കുക. 4 മാർക്കിന് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു. ഓക്കെ. അപ്പൊ ഈ നമ്മൾ പഠിക്കുന്നത് ഘനീകരണ രൂപങ്ങൾ എന്നുള്ളൊരു ഭാഗമാണ്. എന്താണ് ബാഷ്പീകരണം, എന്താണ് ഘനീകരണം എന്നുള്ളതൊക്കെ താഴ്ന്ന ക്ലാസ്സുകളിൽ നമ്മൾ കേട്ട കാര്യമാണ്. നമ്മളെ പ്രദേശത്ത് തോട്ടിലും കുളത്തിലും സമുദ്രത്തിലൊക്കെ ഉള്ള വെള്ളം സൂര്യപ്രകാശമേറ്റിട്ട് നീരാവിയായിട്ട് മടങ്ങുന്നതാണ് ബാഷ്പീകരണം. ഓക്കെ. ഇങ്ങനെ പോകുന്ന നീരാവി ഉയരങ്ങളിൽ വെച്ചിട്ട് പൊടിപടലങ്ങളൊക്കെ ആയി കൂടിച്ചേർന്ന് മേഘങ്ങളും മറ്റു പല രൂപങ്ങളൊക്കെ ആയിട്ട് മാറും. അതാണ് എന്ത്? ഘനീകരണം. നമ്മൾ പഠിച്ചിട്ട് ഘനീകരണത്തിന്റെ ഒരു രൂപമാണ് മേഘം എന്നുള്ളത് 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ മേഘം മാത്രമല്ല, മറ്റു പല രൂപങ്ങളും എന്തുണ്ട്? ഘനീകരണ രൂപങ്ങളാണ്. അപ്പൊ എന്താണ് ഘനീകരണം എന്ന് പറഞ്ഞാല്? ബാഷ്പീകരണത്തിന്റെ ഭാഗമായിട്ട് സൂര്യപ്രകാശമേറ്റ് ജലാശയങ്ങളിലെ വെള്ളം നീരാവിയായിട്ട് ഇങ്ങനെ പോകും. ഇങ്ങനെ പോകുന്ന നീരാവി രൂപമാറ്റം സംഭവിക്കുന്നതിന് പറയുന്ന പേരാണത് ഘനീകരണം.
ഈ ഘനീകരണത്തിന് 4 രൂപങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് തുഷാരം. തുഷാരം എന്താണെന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. പുലർച്ചെ സമയങ്ങളിൽ നമ്മളെ വീട് മുറ്റത്തൊക്കെ ഉള്ള ചെറിയ ചെറിയ സസ്യങ്ങളിലും മരങ്ങളിലും ചെടികളിലും പുല്ലുകളിലൊക്കെ ജലത്തിന്റെ തുള്ളികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മഴ പെയ്തതോ അല്ലെങ്കിൽ മഞ്ഞ് പെയ്തതോ എന്നല്ല, ചെറിയ നേർത്ത ജലത്തിന്റെ തുള്ളികൾ കാണും. ഇതാണ് തുഷാരം എന്ന്. ഇതെങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ, രാത്രി സമയത്ത് നമുക്കറിയാം അന്തരീക്ഷം തണുക്കും. അപ്പോൾ നീരാവി എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന നീരാവി രൂപമാറ്റം സംഭവിച്ചു. പലപ്പോഴും തണുക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ താപനില വളരെ ഗണ്യമായി കുറയുമ്പോഴാണ് നീരാവി എന്തുണ്ടാവുക? ഘനീഭവിക്കുക. ഘനീഭവിക്കുക പറഞ്ഞാൽ ഇത് ഘനീകരണത്തിലൂടെ വേറെ രൂപമായിട്ട് മാറും. അതിനാണ് ഘനീഭവിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താപനില വളരെ കുറഞ്ഞ സമയമാണല്ലോ രാത്രി സമയങ്ങളിൽ. അപ്പോൾ രാത്രി സമയങ്ങളിൽ താപനില കുറയുമ്പോൾ നീരാവി രൂപമാറ്റം സംഭവിച്ച് ജലതുള്ളികളായിട്ട് പുല്ലിന്റെ ഒക്കെ അടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും, ഇലകളിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അതിന് പറയുന്ന പേരാണ് തുഷാരം. പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നതോട് കൂടിയിട്ട് ഈ തുഷാരം എന്ത് ചെയ്യും? അപ്രത്യക്ഷമാവും. അങ്ങനെ സൂര്യപ്രകാശം ഏറ്റാൽ ഈ ജലത്തുള്ളി വീണ്ടും നീരാവിയായിട്ട് ബാഷ്പീകരിച്ച് അങ്ങനെ പോവുകയാണ് ചെയ്യും. അപ്പൊ എന്താണ് തുഷാരം? രാത്രി കാലങ്ങളിൽ അന്തരീക്ഷം വളരെയധികം തണുക്കും. അപ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന നീരാവി ഘനീഭവിച്ച് പറഞ്ഞാൽ ആ ഒരു മാറ്റാണ്. നീരാവി എന്ത് ചെയ്യുന്നു? നീരാവി മാറുന്ന ഒരു പ്രക്രിയയാണ് നമ്മളുടെ ഘനീഭവം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഘനീഭവിച്ച് ജലതുള്ളികളായി ഇലകളിലും പുല്ലുകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. അതിന് പറയുന്ന പേരാണ് തുഷാരം. എന്താ പറയാ? തുഷാരം. സൂര്യൻ ഉദിച്ച് ഒരു 6:30, 7 മണി, 7:30 ഒക്കെ ആയി കഴിയുമ്പോഴേക്ക് ഈ തുഷാരം എന്ത് ചെയ്യും? അപ്രത്യക്ഷമാവും. കാരണം വീണ്ടും സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ ചൂടാവുമ്പോൾ വീണ്ടും ബാഷ്പീകരണത്തിലൂടെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ തണുപ്പുണ്ടാകുന്ന സമയത്ത്, കാരണം ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില കണക്കാക്കാൻ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുൻപാണ്. ഒരു 5:30 അല്ലെങ്കിൽ 5:45 ആ ഒരു സമയത്താണ് ഏറെക്കുറെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. തുഷാരം എന്താണെന്ന് നോക്കുകയാണല്ലോ. എന്താ തുഷാരം? രാത്രി കാലങ്ങളിൽ അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് ജലതുള്ളികളായിട്ട് പുല്ലുകളിലും ഇലകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. ഇതിന് പറയുന്ന പേരാണ് തുഷാരം. മറ്റൊന്നാണ് ഹിമം. ഘനീകരണത്തിന്റെ മറ്റൊരു രൂപമാണ് ഹിമം. ഹിമം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തുഷാരം നമ്മളെ നാടുകളിലൊക്കെ ഉണ്ടാവും അല്ലെ. 0 ഡിഗ്രിയുടെ പ്രത്യേകത നമുക്കറിയാം. 0 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ഐസാവാൻ തുടങ്ങും അല്ലെ. അപ്പോൾ 0 ഡിഗ്രിക്ക് താഴെ താപനിലയുള്ള പ്രദേശങ്ങൾ ഒരുപാട് നമ്മളെ ലോകത്തുണ്ട്. ഇന്ത്യയിൽ പോലും ചില പ്രദേശങ്ങളൊക്കെ ഉണ്ട്. കാശ്മീരിന്റെ ഭാഗങ്ങളിൽ, ഹിമാചൽ പ്രദേശിന്റെ ഭാഗങ്ങളിലൊക്കെ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അത്തരം പ്രദേശങ്ങളിൽ ഈ ജലത്തുള്ളി -2, -3, -5, -10 ഒക്കെ താപനിലയുള്ള പ്രദേശമാണെങ്കിൽ എന്ത് ചെയ്യും? നേർത്ത മഞ്ഞ് കണമായിട്ട് മാറും. അതിന് പറയുന്ന പേരാണ് ഹിമം. അപ്പം ഹിമം എന്ന് പറഞ്ഞാൽ തുഷാരം എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മുടെ നാടുകളിൽ 0 ഡിഗ്രിക്ക് മുകളിൽ താപനിലയുള്ള പ്രദേശത്ത് തുഷാരമായിരിക്കും, വെള്ളത്തിന്റെ തുള്ളിയേക്കാരം. ഓക്കെ, എന്നാലും 0 ഡിഗ്രിക്ക് താഴെ -1, -2, -3, -4 തുടങ്ങിയ താപനിലയ്ക്കുള്ള പ്രദേശങ്ങളിൽ അത് വെള്ളത്തുള്ളി ആയിരിക്കാൻ കഴിയില്ല. കാരണം 0 ഡിഗ്രിയിൽ വെള്ളം ഐസാവും. അപ്പൊ ഐസിന്റെ മഞ്ഞിന്റെ ചെറിയ കണമായി ഇങ്ങനെ ഇലകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. അതിന് പറയുന്ന പേരാണ് ഹിമം. എന്താണ് ഹിമം? അപ്പൊ ഹിമം എവിടെ കണ്ടുവരിക? 0 ഡിഗ്രിയിൽ താഴെയുള്ള പ്രദേശത്ത് കണ്ടുവരുന്ന ഘനീകരണ രൂപമാണ് ഇത്. ഹിമം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഒരു മാർക്കിന്. 0 ഡിഗ്രി സെൽഷ്യസിന് താഴെ താപനിലയുള്ള പ്രദേശത്ത് കണ്ടുവരുന്ന ഘനീകരണ രൂപം ഏതാണ്? ഉത്തരം ഹിമം എന്നുള്ളതാണ്. മൂന്നാമത് നോക്കാം, മൂടൽ മഞ്ഞ്. പുലർച്ചെ ഡിസംബർ മാസങ്ങളിൽ, ജനുവരി മാസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല തണുപ്പുണ്ടാകുന്ന സമയത്ത് പുലർച്ചെ നമ്മൾ നടക്കാൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മദ്രസയിലേക്ക് പോകുമ്പോഴൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തുണ്ടാവും? മൂടൽ മഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മൂടൽ മഞ്ഞ് ഭൂമിയോട് ചേർന്ന മേഘങ്ങളാണെന്ത്? മൂടൽ മഞ്ഞ്. ഞാൻ പറഞ്ഞു, ഈ നീരാവി മുകളിൽ പോയി മേഘമായി മാറണമെങ്കിൽ താപനില ഗണ്യമായി കുറയണം, നല്ല തണുപ്പുണ്ടാവുമ്പോഴാണ്. ഈ ഡിസംബർ, ജനുവരി മാസത്തിന്റെ പ്രത്യേകത നമ്മുടെ നാട്ടിലെ താഴെ തന്നെ എന്താണ്? വളരെയധികം തണുപ്പാണ്. അപ്പോൾ താഴ്ന്ന പാളികളിൽ, താഴ്ന്ന വിധാനങ്ങളിൽ എന്ത് രൂപം കൊള്ളും? മേഘങ്ങൾ രൂപം കൊള്ളും. ആ മേഘമാണെന്ത്? മൂടൽ മഞ്ഞ്. ഓക്കെ, അപ്പൊ ശൈത്യകാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന, താഴ്ന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന താഴ്ന്ന മേഘങ്ങളാണെന്ത്? മൂടൽ മഞ്ഞ്. ഓക്കെ, ഏത് കാലത്ത് ഉണ്ടാവുക? ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് ഇത് ഉണ്ടാവുക. കാരണം താഴെ ഭാഗത്തിന് എന്താണ്? നല്ല തണുപ്പാണ്, താപനില വളരെ ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇവിടെ വെച്ചിട്ട് അത് ചെറിയ ചെറിയ മേഘങ്ങളായിട്ട് മാറുന്നതാണ് മൂടൽ മഞ്ഞ്. ഓക്കെ, ഈ മൂടൽ മഞ്ഞ് 2 വിധത്തിലുണ്ട്. നമ്മളങ്ങനെ പാടത്തൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ 1 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് നമുക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. മഞ്ഞ് വളരെ കൂടുതലാണെങ്കിൽ അത്തരം മൂടൽ മഞ്ഞിന് പറയുന്ന പേരാണ് കനത്ത മൂടൽ മഞ്ഞ്. എന്താണ്? കനത്ത മൂടൽ മഞ്ഞ്. നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്, 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമുക്കൊന്നും കാണില്ല. തുറന്ന പ്രദേശത്ത് കിട്ടും. അതല്ല നമ്മളൊരു കെട്ടിടത്തിന് മുമ്പിൽ വെച്ചിട്ട് അപ്പുറത്ത് കാണില്ല, കനത്ത മൂടൽ മഞ്ഞല്ല. തുറന്ന പ്രദേശത്ത് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കുന്ന സമയത്ത് 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം അത്രത്തോളം മഞ്ഞ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ആ മൂടൽ മഞ്ഞിന് പറയുന്ന പേരാണ് കനത്ത മൂടൽ മഞ്ഞ്. എന്താണ്? കനത്ത മൂടൽ മഞ്ഞ്.
എന്നാൽ നമുക്ക് 1 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്ര സ്ട്രോങ് അല്ല. അപ്പൊ അത്തരത്തിലുള്ള മൂടൽമഞ്ഞിന് പറയുന്ന പേരാണ് നേർത്ത മൂടൽമഞ്ഞ്. എന്താണ് നേർത്ത മൂടൽമഞ്ഞ്? അപ്പൊ രണ്ട് തരം മൂടൽമഞ്ഞുണ്ട്. ഒന്ന് കനത്ത മൂടൽമഞ്ഞാണ്. അതിനകത്ത് എന്താണ് 1 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല, കാരണം മഞ്ഞൊക്കെ ആകെ മൂടിയിട്ടുണ്ടാവും. അതാണ് കനത്ത മൂടൽമഞ്ഞ്. എന്നാൽ ചില പ്രദേശങ്ങൾ എന്താണ് വളരെ ചെറിയ രൂപത്തിലാണ് മൂടൽമഞ്ഞ് ഉണ്ടാവുക. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അപ്പുറത്തേക്ക്. അത്തരം മൂടൽമഞ്ഞാണെങ്കിൽ അത് നേർത്ത മൂടൽമഞ്ഞ് എന്ന് പറയും. അപ്പോൾ 1 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ വളരെ സ്ട്രോങ് ആണ്, കനത്ത മൂടൽമഞ്ഞാണ്. 1 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ് നേർത്ത മൂടൽമഞ്ഞാണ്. പിന്നെ ഒന്ന് മേഘങ്ങൾ എന്നുള്ളതാണ് ഇതിന്റെ നാലാമത്തത്. ആ മേഘങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഇനി പറയുന്നത് എന്നുള്ളത്. ഓക്കെ.